ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് ചെയ്യുന്നതാണേ. അതായത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ സീഡ്ലിങ്സ് പോട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോ ഒരു വ്യക്തിയാണ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഒന്ന് മെച്ചോർഡ് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. വ്യക്തിക്കെന്ന് വെച്ചാൽ ആ വ്യക്തി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരമാകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ ഞാനിത് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ സീഡ്ലിങ് വലുതായേക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, പുറത്തേക്കൊക്കെ വേര് വന്നേക്കണുണ്ടോ. അപ്പോൾ ഇത് അതായത് റീപ്പോർട്ട് ചെയ്യാനായിട്ടില്ല എന്ന് വെച്ചാൽ കുറച്ച് നാളും കൂടി നമ്മുടെ സെയിൽ നടന്നിരിക്കുന്നുണ്ട്. എൻ്റെ അധികം മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാൻസ് നമുക്കിങ്ങനെ റിപ്പോർട്ട് ചെയ്യാനില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത് റിപ്പോർട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് സെയിലുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി നിന്നോളൂ കേട്ടോ. ഈ പോട്ടിൽ ഇത് 3.5 ഇഞ്ചിന്റെ പോട്ടാണ്. നമ്മൾ സീഡ്ലിങ് നടുന്ന പോട്ട് ഇതാണ്. സീഡ്ലിങ് പോട്ട് ചെയ്യേണ്ടത് ഇതിലോട്ടാണ്. അപ്പൊ ഇപ്പോൾ ഇത് ഒരുവിധം പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, വേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് ആണ് ഞാനൊന്ന് നിങ്ങൾക്ക് റീപോർട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ പോട്ട് 3.5 ഇഞ്ചിന്റെയാണ്. നമ്മൾ ഇതിലോട്ടാണ് പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് 5 ഇഞ്ചിന്റെ പോട്ടാണ്. നമുക്ക് ഈ പോട്ട് മതി. ഈ പ്ലാന്റ് നമുക്ക് ഇതിലോട്ട് നടാനായിട്ട് ഈ പോട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നടന്നത് ഈ പോട്ടിലാണ്. ഇതിലും വലിയ പോട്ടിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളില്ല. പിന്നെ ഇതിൽ നിന്ന് പിടിച്ച് വലുതായി കഴിഞ്ഞ പ്ലാന്റ് നമുക്ക് വേണമെങ്കിൽ ഇതിലും വലിയ പോട്ടിലോട്ട് മാറ്റാം. പിന്നെ ഇതിൽ തന്നെ നടുവെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നടാം. ഇതിൽ തന്നെയാണ് നട്ടാലും കുഴപ്പമില്ല. ഡിവൈഡ് ചെയ്യൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് തന്നെ നടാം. ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വലിയ പോട്ടിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് ഇതല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോ ഒറ്റക്കാണ് പിടിക്കുന്നത്. ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും. ആരും ഹെൽപ്പിനില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒറ്റക്ക് പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. പിന്നീട് ഞാനിത് പറയാൻ പോയെന്ന് വെച്ചാൽ നമുക്ക് അതായത് ഈ പോട്ടിൽ നിന്ന് നമ്മൾ റീപോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി ഇതിൽ നിന്ന് പറിച്ച് മാറ്റിയാൽ നമുക്ക് അടുത്ത പോട്ടിലോട്ട് നടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ അവസ്ഥയിൽ ഞാൻ ഇപ്പം ഇതൊക്കെ ഉണ്ടോ, വേരൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഈ അവസ്ഥയിൽ ഈ ചെടി വലിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, എൻ്റെ മീഡിയം ഡ്രൈ ആയിട്ട് നിൽക്കുവാണിപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചെടുത്താൽ എന്തായാലും എൻ്റെ വേരുകൾ ഇതിൻ്റെ കുറേയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോട്ട് ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ച് കുതിർത്തെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ. എല്ലാവരും റീപോർട്ട് ചെയ്യുന്നവരെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതൊന്ന് കുതിർത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കാനായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ തന്നെ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വേരുകൾ പൊട്ടിപ്പോവും. അതാണ് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ഈ പോട്ട് ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ച് കുതിർത്ത് എടുക്കണം.
ഇതുണ്ടോ കുതിർന്നിട്ടിട്ടുണ്ട്. ഞാനൊരിത് 15 മിനിറ്റ് വെള്ളത്തിൽ ഇറക്കി വെച്ച പോട്ടാണിത്. കണ്ടോ, നമുക്കിപ്പോൾ ഇനിയിത് പറിച്ചെടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഈ പുറത്തോട്ടുള്ള വേരുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഡെൻഡ്രോബിയത്തിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വേരുകൾ പൊട്ടിപ്പോയി എന്ന് വെച്ച് ക്ഷീണം വരും, എന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഫെലനോപ്സിസിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് വേണം റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെലനോപ്സിസിൻ്റെ അധികം ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് പറിച്ചെടുക്കാം. അതേ പറിച്ചെടുക്കാൻ പോവാണേ. പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഇതുണ്ടോ വരുന്നത് കണ്ടോ, കുതിർത്തത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് വേരുള്ളത് കൊണ്ടാണ്, ഇതുണ്ട് ഇവിടെയൊക്കെ വേരുള്ളത് കൊണ്ടാണ് നമുക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. പുറത്തേക്കൊക്കെ വേരുള്ള പേടിക്കേണ്ട. ഡെൻഡ്രോബിയത്തിൻ്റെ കുറച്ച് പേര് പോയി എന്ന് വെച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു കിട്ടി കേട്ടോ. കണ്ടോ, ഇനി ഇത് ചെയ്യേണ്ടത് ഇതുണ്ടോ, വേരൊക്കെ കുഴപ്പമില്ല, ചിലതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചകിരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. നമ്മുടെ പ്ലാന്റിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചകിരിയൊക്കെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. വാ, വേര് പറഞ്ഞു പോകാതെ വേണം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പൊസിഷൻ. കണ്ടോ, നമ്മുടെ പ്ലാന്റിൻ്റെ പൊസിഷൻ ഇതാണ്. കണ്ടോ, ഓക്കെ, അധികം ഡാമേജ് ഒന്നും ആയിട്ടില്ല, കുഴപ്പമില്ല നമ്മുടെ പ്ലാന്റ്. ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തതാണ്. ഇത് എന്നിട്ട് നമ്മളൊന്ന് സാഫ് വെള്ളത്തിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. സാഫിൽ മുക്കി വെക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ മുക്കി വെച്ചെടുത്തതാണ്, ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ സാഫിലൊക്കെ ഒന്ന് മുക്കി വെക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇതൊക്കെ നോക്കി, ഇതുണ്ടോ ഡെഡ് റൂട്ട്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ ഇനി പ്ലാന്റിന് ആവശ്യമില്ല. ഇതുകൊണ്ട് നമ്മുടെ ഒരു പ്ലാന്റിന് ഇതുണ്ടോ പറഞ്ഞു വരുന്നുണ്ടോ, ഇതൊക്കെ അതിങ്ങനെ പറഞ്ഞു പോരും. കുറച്ച് കഴിയുമ്പോഴേക്കുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോരുന്നത്. ഇത് ഡെഡ് റൂട്ട്സ് ആണ്. കണ്ടോ, കണ്ടോ പോരുന്നുണ്ടോ, ഡെഡ് റൂട്ട്സ് ആണ്. ഇതൊക്കെ നല്ല റൂട്ട്സ് അല്ല. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത്, ഈ ഡെഡ് റൂട്ട്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം, ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് പോട്ട് ചെയ്യാനായിട്ട്. ഈ ഡെഡ് റൂട്ട്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അതായത് നമ്മൾ കത്രി വെച്ചാണ് നമ്മളിത് ഇതുണ്ടോ, ഇതുപോലുള്ള കത്രി ഉപയോഗിച്ച് നമ്മളിത് കട്ട് ചെയ്ത്, അപ്പോൾ കട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പ് ഇതൊന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. അതായത് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് എടുക്കുക. അത് അണുവിമുക്തമാക്കുക എന്നുള്ള ഉദ്ദേശിക്കണം. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ടിട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുത്ത് ഈ കത്രിക ഒന്ന് ക്ലീൻ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡെഡ് റൂട്ട്സ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഡെഡ് റൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. കേട്ടോ, ഡെഡ് റൂട്ട്സ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്. ഡെഡ് റൂട്ട്സ് മാത്രം. ഇത് കണ്ടത് ഇവിടെ നല്ല വേര് പിടിച്ച് വരുന്നുണ്ടോ, ഇത് നല്ല വേരാണ്, നല്ല ഹെൽത്തി വേരാണ്. ഇത് കണ്ടോ, കാണുന്നുണ്ടോ, കണ്ടോ, ഇത് നമ്മൾ നശിപ്പിച്ച് കളയരുത്. ഇത് പിടിച്ചു വരാൻ നമ്മുടെ പ്ലാന്റിന് ആവശ്യമാണ്, ഗ്രോത്തിന് ആവശ്യമായ വേരാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ഇത് ഹെൽത്തി വേരാണ്. അത് ഉള്ളിടത്തോളം നമ്മുടെ പ്ലാന്റിന് ഡാമേജ് ഉണ്ടാകില്ല. ഓക്കെ, കണ്ടോ, ഡെഡ് റൂട്ട്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാം ഇത് ഒരു ഹെൽത്തി റൂട്ടായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മളിതൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇത് പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് സീഡ്ലിംഗ് ആയതുകൊണ്ട്, സീഡ്ലിംഗ് വളർന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ അധികം മെച്ചൂർഡ് ആയില്ല, ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതുകൊണ്ടാണ്. ഇത് ഈ ഒരു റൂട്ട് മാത്രം നമുക്ക് കിട്ടിയതില്ല. ഇതിലും വലിയ മെച്ചൂർഡ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റൂട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട, റൂട്ടായി ഡാമേജ് ആയതൊന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ റൂട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞത്. സീഡ്ലിങ് വലുതായി ആയതേ ഉള്ളൂ. ഇത് അധികം മെച്ചൂർഡ് ആകാത്ത പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു റൂട്ട് മാത്രം കിട്ടുന്നത്. മെച്ചൂർഡ് പ്ലാന്റ് ആകുമ്പോൾ, കുറച്ചും കൂടി നല്ല മെച്ചൂർഡ് പ്ലാന്റ് ആകുമ്പോൾ ഇതിൽ കൂടുതൽ റൂട്ട്സ് നമുക്ക് ഉണ്ടാവും. ഈ പ്ലാന്റ് നമ്മളിനി ഇതുപോലുള്ള വലിയ പോട്ടിലേക്കാണ് നമ്മൾ നടാൻ പോകുന്നത്. ഈ 5 ഇഞ്ചിൻ്റെ പോട്ടിൻ്റെ ആവശ്യമുള്ളൂ ഈ പ്ലാന്റിന്. നമ്മൾ ഇതിലും വലിയ പോട്ടിൽ നമ്മൾ ഇത് പോട്ട് ചെയ്യുമ്പോൾ
ഒന്ന് നോക്കുക. അത് കണ്ടോ, ഈ ഹോളുകൾ കണ്ടോ, ഹോളൊക്കെ കാണുന്നുണ്ടോ? ഈ അടിയിലെ ഹോളുകളെല്ലാം ഉണ്ടോയെന്നൊന്ന് നോക്കുക കേട്ടോ. കണ്ടോ, ഈ അടിയിൽ ഹോള് കണ്ടോ? ഈ ഹോള് ഇടുക. 4 മിനിമം നമ്മൾ ഇട്ടിട്ടുണ്ടാണ്. ഈ ഹോളുകൾ ഇട്ടിട്ടുണ്ടാകും വെള്ളം പാസ് ചെയ്യാൻ വേണ്ടി, വെള്ളം പോകാനാണ്, വെള്ളം കെട്ടി നിന്ന് നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആകാതിരിക്കാനാണ് നമ്മൾ ഈ ഹോളിറിന്. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഹോളുകളും ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടിട്ടില്ല, ഇപ്പോൾ തൽക്കാലം ഇത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് എന്തായാലും അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ 5 ഇഞ്ചിൻ്റെ പോട്ടിൽ ചെയ്യുമ്പോൾ ഇത് പോട്ടിന് ഹോള് അടിയിൽ ഇട്ടേക്കണം. നമ്മുടെ ഈ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഒരു ചേച്ചി വിളിച്ച് ചോദിച്ചതാണ്. അതായത് ആ ചേച്ചി ഇങ്ങനെ സീഡ്ലിങ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ടാഗ് അഴിച്ച് മാറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ആ ചേച്ചി ചെയ്തിട്ട് ഈ ബ്രാഞ്ച് വളരാതെ അതിങ്ങനെ ശോഷിച്ചു പോയി എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ പോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ടാഗ് അഴിച്ച് മാറ്റണം. നമ്മുടെ ഇതിന് ഹെൽത്തി ആയി കിട്ടണമെങ്കിൽ ഇത് ഇവിടെ ഇരുന്നാൽ ഇത് വളർന്നു വരില്ല. അപ്പോൾ ഇതെടുത്ത് മാറ്റുക. പിന്നെ നമ്മുടെ ടാഗ് കളഞ്ഞാലും അത് ഉപേക്ഷിക്കേണ്ട. നമ്മൾ ഈ പോട്ടിൽ എടുത്തിട്ട്, നമ്മളിപ്പോൾ ഇതിലല്ലേ പോട്ട് ചെയ്യണം, അപ്പോൾ ആ പോട്ടിലേക്ക് നമ്മുടെ ഈ ടാഗ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ കെട്ടിവെച്ച് കൊടുത്താൽ മതി. ഇത് ഒരു ചേച്ചി വിളിച്ച് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ എത്രയും കുറക്കാൻ ശ്രമിക്കുന്നെങ്കിലും കൂടുതലായി പോകുന്നു. അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇനി നമ്മൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോവാം. ഇങ്ങനെയാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.